എന്നത് എപ്പോഴും അധികാരത്തിന്റെയും ഒപ്പം പണാധിപത്യത്തിന്റെയും കൂടി ഇടനിലമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പിടികൂടിയ പണത്തിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു വസ്തുക്കളുടെയും കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2 ഇരട്ടിയിലധികമാണ് ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ പിടികൂടിയിരിക്കുന്നത്. 8,889 കോടി രൂപയുടെ പണവും മദ്യവും വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണവുമാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ ഇന്ന് വരെ പിടികൂടിയിട്ടുള്ളത്. 3 റൗണ്ട് പോളിംഗ് കൂടി ബാക്കി നിൽക്കെയുള്ള കണക്കുകളാണിത്. തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോഴേക്കും ഈ കണക്കുകൾ ഇനിയും ഉയരുമെന്ന് ഉറപ്പാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ 3,475 കോടി രൂപയുടെ സാധനങ്ങളായിരുന്നു പിടിച്ചെടുത്തിരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പണമായി മാത്രം 849 കോടി രൂപയാണ് പിടിച്ചെടുത്തത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള പണവും സാധനങ്ങളുമാണ് പിടിച്ചെടുത്തതിൽ ഉണ്ടായിരുന്നത്. ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പിടിച്ചെടുത്തത്. 1,461 കോടി രൂപയുടെ സാധനങ്ങളാണ് സംസ്ഥാനത്ത് നിന്ന് മാത്രം പിടികൂടിയത്. 114 കോടിയുടെ കറൻസി പിടിച്ചെടുത്ത തെലങ്കാനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം പിടിച്ചെടുത്തത്. കർണാടകയിൽ നിന്ന് 92.55 കോടിയും ഡൽഹിയിൽ നിന്ന് 90.79 കോടിയും ആന്ധ്രാപ്രദേശിൽ നിന്ന് 85.32 കോടി രൂപയുമാണ് പിടിച്ചെടുത്തത്. കേരളത്തിൽ നിന്ന് 97.62 കോടി രൂപ മൂല്യമുള്ള സാധനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മൊത്തം പിടിച്ചെടുത്ത 8,888 കോടി രൂപയിൽ ഏകദേശം 45% മയക്കുമരുന്നുകളും 23% സൗജന്യ വസ്തുക്കളും 14% സ്വർണവും അടക്കമുള്ള ലോഹങ്ങളുമാണ്. 3,958 കോടി വില വരുന്ന മയക്കുമരുന്നുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടകം പിടിച്ചു കഴിഞ്ഞു. 849 കോടി രൂപയും 815 കോടി വില വരുന്ന 5.4 കോടി ലിറ്റർ മദ്യവും വിവിധ ഏജൻസികൾ ഇതുവരെ പിടികൂടിയിട്ടുണ്ട്. ഏറ്റവും വലിയ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത് ഗുജറാത്തിൽ നിന്നാണ്. 1,462 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇവിടെ നിന്ന് മാത്രം പിടികൂടിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് പഞ്ചാബാണ്. 665.7 കോടി രൂപ. ഡൽഹി, തമിഴ്നാട്, മഹാരാഷ്ട്ര മുതലായ സംസ്ഥാനങ്ങളാണ് തൊട്ടടുത്തുള്ളത്. ഏപ്രിൽ 17 ഗ്രേറ്റർ നോയിഡയിലെ ഒരു മയക്കുമരുന്ന് ഫാക്ടറി പോലീസ് തകർത്തിരുന്നു. ഇവിടെ നിന്ന് 150 കോടി രൂപ വിലമതിക്കുന്ന 26.7 കിലോ MDMA പിടികൂടി. അതിനോടൊപ്പം 2 വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വോട്ടിനായി സൗജന്യ വസ്തുക്കൾ നൽകുന്ന സംഭവത്തിൽ 1ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനാണ്. മധ്യപ്രദേശ്, കർണാടക, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ എന്നിവയാണ് തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ. കർണാടകയിൽ നിന്നാണ് ഏറ്റവും അധികം അനധികൃത മദ്യം പിടികൂടിയിരിക്കുന്നത്. 175.4 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ നിന്നും പിടികൂടിയത്. വെസ്റ്റ് ബംഗാൾ, തെലുങ്കാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവരാണ് തൊട്ടുപിറകിലുള്ളത്.